ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുന്നുണ്ട്. നമ്മളിതാ തൃപ്രയാർ പോവാണ്. വൈമാളിയിൽ നല്ല ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടാവും, നമുക്ക് പോയിട്ട് വരാം. സാധാരണ ഒരു നോർമൽ ഡേ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ വീഡിയോ ആണ്. ശനിയാഴ്ച നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച നമ്മൾ സാധാരണ ഒരു നോർമൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ആദ്യ സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഒട്ടും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അമ്മാതിരി തിരക്കായിരുന്നത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാത്രിയായി. ഇപ്പം ഞാൻ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്. ഫസ്റ്റ് തന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ച സാധനമാണ് ഈ ഒരു ഫിയാമയുടെ സോപ്പ് കേട്ടോ. ഇതിൽ 12 പീസ് ഉണ്ട്. ഇത് നമുക്ക് 334 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. ആക്ച്വലി ഇതിന് നല്ല 600 സംതിങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ നമുക്ക് 334 രൂപയ്ക്ക് കിട്ടി. അത് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഇത് ഈ പാരീസിൻ്റെ ഷുഗറാണ്. ഇത് 250 രൂപയാണ്, 249 രൂപയാണ്. ഇതെനിക്ക് അത്ര ഓഫറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം പുറത്തും 50 രൂപ തന്നെയാണ് പഞ്ചസാരയ്ക്ക്. ഇതും 49 രൂപയാണ്. എനിക്ക് തോന്നുന്നു 1 രൂപയുടെ ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഐറ്റം. ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഇത് നമ്മളിതിൽ നിന്ന് ഫുള്ളെടുത്തു. ആകെ 2-3 എണ്ണം മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ രാത്രിയായിട്ടോ, മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേനും ഇത് കാലിയായി. ഇതിന് എത്രയാണ് കറക്റ്റ് എനിക്കറിയത്തില്ല. ഇതിൽ വില 170 കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഇതിന് എത്രയാണെന്ന് അറിയില്ല. ബില്ല് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ ഐറ്റം ഇതാണ്. പിന്നെ നമ്മൾ മേടിച്ചതാണ് ഈ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിനും എത്രയെന്ന് അറിയില്ല. ഇതെന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഞാനത് എടുത്തെന്നുള്ളൂ. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഡാൽഡയുടെ സൺഫ്ലവർ ഓയിലാണ് നമ്മളെടുത്തത്. ഇതെനിക്കിതൊന്നും വില കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ബില്ല് നോക്കിയാലാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ആവശ്യമുള്ള കാരണം കൊണ്ട് ഞാനെടുത്തു. ചെറിയ എന്തോ വ്യത്യാസം ഉണ്ട്. പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മെയിനായിട്ടുള്ള ഐറ്റമാണ്. ഇതൊക്കെയാണ് എനിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. ഇതാ ഈ ഒരു വാഷാണ് ഞാനെടുത്തത്. ഇതെനിക്ക് 349 രൂപയ്ക്കാണ് കിട്ടിയത്. കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയില്ല. ആവശ്യമുള്ളതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ ഈ ഒരു സോപ്പും കൂടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്പ്രിങ്കിൾസ് ഈ ഒരു ബോട്ടിലും പിന്നെ വേറൊരു ഫ്ലേവറിൻ്റെ വേറൊരു ബോട്ടിലും എടുത്തു. ഇതൊക്കെ തീർന്നു കേട്ടോ. അതൊക്കെ കുറച്ചുള്ളൂ. നമ്മൾ പൊട്ടിച്ചപ്പം തന്നെ തിന്നഴിഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ബ്രോസ്റ്ററിൻ്റെ സ്ട്രിപ്സ്, പിന്നെ കൂണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇത്രയും കുറച്ച് സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൺഡേ ആയിട്ട് ഇന്ന് ബിരിയാണി ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. എന്താ സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കക്കത അടുപ്പത്താക്കിയിട്ടുണ്ട്. ഒരു ചെമ്പ് കക്കിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഫുള്ളും കക്കിയാണ് കേട്ടോ. ഈ ചെമ്പ് ഫുള്ളും കക്കി.
നമ്മളെ വീട്ടിലെ ഗസ്റ്റ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് ഈ ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ അത് അതിന് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് മുറിക്കാനാണ് കേട്ടോ അത്.